അന്നൊരു 1 kg റൗണ്ട് കേക്കിനെയാണ് ഞാൻ ഹാർട്ട് ഷേപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇത് ½ kg ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, വെയിറ്റിലുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്നാലും ഞാൻ കാണിച്ചു തരാം, ഒന്നും കൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇതേപോലെ +1 മാർക്ക് ചെയ്ത ശേഷം എന്നിട്ട് 2 സൈഡ് ഇതേപോലെ വീണ്ടും ആ പ്ലസിൻ്റെ സൈഡിൽ കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ 2 സൈഡും കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങൾ നമുക്ക് ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് സെറ്റായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് എന്തായാലും നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ കുറച്ച് ക്രീം ഒന്ന് ആ സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ ആ സൈഡിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ക്രം കോട്ട് ചെയ്ത സമയത്ത് വെച്ചിട്ടുള്ള ക്രീം എന്തായാലും കേക്കുമായിട്ട് നല്ലതുപോലെ അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ഒട്ടാൻ പാടായിരിക്കും. അപ്പോൾ കുറച്ച് ഫ്രഷായിട്ടുള്ള ക്രീം തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് അവിടെ തന്നെ അങ്ങ് പ്രസ്സായങ്ങിരുന്നോളും. എന്നിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. നല്ലോണം പ്രസ് ചെയ്ത് അതിലേക്കൊന്ന് നല്ല രീതിയിലൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അത് രണ്ടും കൂടി അങ്ങ് ഒരേപോലെ അങ്ങ് ഇരുന്നോളും. നമുക്കങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇത് തോന്നാത്ത രീതിയിൽ തന്നെ അങ്ങായിട്ട് ഒന്നും കൂടി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കേക്ക് ബോർഡ് നോക്കിക്കൊള്ളണം. എങ്ങോട്ടെങ്കിലും നീക്കാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതില്ലേ, അപ്പോൾ എന്തായാലും സൈഡിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി ചെയ്തെടുക്കാം. കാരണം കേക്ക് നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലും കൂടെ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ തന്നെ ഏകദേശം ഒരു രൂപം ആയിട്ടുണ്ട്. എന്നാലും ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്ത് മാറ്റണം. ഇതേപോലെ ബാക്ക് സൈഡിൽ ഒരു കർവ് വരത്തക്ക രീതിയിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് ആ സൈഡ് എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ പീസിനെ നമുക്ക് അവിടെയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ കേക്കിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ആ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതും എല്ലാം. ഒരു ചെറിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ചിലത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടായാലും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ പീസൊക്കെ വെച്ച് കൊടുക്കേണ്ട കാര്യം വരും. ഇല്ലെങ്കിൽ കുറച്ച് നമ്മൾ അതിൽ നിന്ന് തന്നെ ഒന്ന് ട്രിം ചെയ്ത് മാറ്റേണ്ട ആവശ്യം വരും. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും കുഴപ്പങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ ആ പീസ് പിന്നെ അങ്ങ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബോർഡ് ഒന്നും കൂടിയൊക്കെ ക്ലീൻ ചെയ്ത് ബോർഡ് കറക്റ്റ് സ്പേസ് ആണോ ഇരിക്കുന്നത്, കേക്ക് ഇരിക്കുന്നത് ബോർഡിൽ കറക്റ്റ് സ്പേസിലാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ പിങ്ക് കളറൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത ശേഷം കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. പിന്നെ ഈ കേക്ക് ക്രം കോട്ടിലെല്ലാം ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് കേക്ക് ചെയ്യുന്നതിനേക്കാളും ഈ സ്ക്വയർ കേക്കും ഈ ഹാർട്ട് ഷേപ്പ് കേക്കും ചെയ്യുന്ന സമയത്ത് പൈപ്പ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. പിന്നെ ചെയ്തങ്ങനെ പ്രാക്ടീസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ക്രംസ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ഡയറക്റ്റ് ക്രീം എടുത്തിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് പൈപ്പ് ബാഗിനുള്ളിലാക്കി കൊടുത്തിട്ട് കറക്റ്റ് എല്ലാ ഭാഗങ്ങളിലും ക്രീം വരത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ പാലറ്റ് നൈഫ് കൊണ്ട് നമുക്ക് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് ആ ഷേപ്പ് ഒന്ന് സൈഡൊന്ന് ആദ്യം ക്ലിയർ ചെയ്തെടുക്കണം. ആദ്യം മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് നീറ്റാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ അതിൻ്റെ കറക്റ്റ് എഡ്ജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുത്തിയതിന് ശേഷം മാത്രം മുകൾ ഭാഗം ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി. നമ്മൾ റൗണ്ട് കേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ച് മെനക്കെട്ട പണിയാണ് ഈ സ്ക്വയർ കേക്ക് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും. നല്ല ബുദ്ധിമുട്ടാണ്, കുറച്ചൊന്ന് മെനക്കെട്ട് നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അതിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് മൊത്തത്തിൽ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിരുന്നാലും അത് കൊളമായിട്ട് തന്നെ ഇരിക്കും. അതേപോലെ തന്നെയാണ് സ്ക്വയർ കേക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ കറക്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്താലും ആ ഒരൊറ്റ കാര്യത്തിൽ കേക്കിൻ്റെ ആ ഭംഗിയെ അങ്ങ് പോവും. അപ്പോൾ അതേപോലെ ഈ കേക്കും നല്ല ക്ലിയറാക്കി തന്നെ എടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തപ്പോൾ ബാക്ക് സൈഡിൽ കുറച്ച് ക്രംസൊക്കെ ഇങ്ങനെ പുറത്ത് കാണാനുണ്ട്. പക്ഷേ അത് ഞാൻ വീണ്ടും ക്രീം കൊടുത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് ക്രീം കൊടുത്തിട്ട് അവിടെ നിന്ന് ക്ലിയർ ചെയ്തെടുക്കുമ്പോൾ അളവിൽ വ്യത്യാസം വരും, അതിൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. വീണ്ടും ക്രീം കയറല്ലേ. അപ്പോൾ എന്തായാലും അത് ബാക്ക് സൈഡ് ആയതുകൊണ്ട് വലിയ വൃത്തികേടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി ഒരുവിധം ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ക്ലിയറായി വന്നു കഴിഞ്ഞാൽ പിന്നെ പാലറ്റ് നൈഫ് നല്ലോണം തുടച്ചൊന്ന് ക്ലീനാക്കിയ ശേഷം ഇതേപോലെ ഒന്ന് നീറ്റാക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ചെറുതായിട്ടൊന്ന് പാലറ്റ് നൈഫ് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ കറക്റ്റ് ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മുകൾ ഭാഗം നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ ആ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നോസിൽ. അപ്പോൾ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോസിൽ ഏതാണെന്നൊന്ന് കാണിക്കാമോ എന്ന്.
അപ്പോൾ ഇത് ഞാൻ കേക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലവർ ഓരോ ആൾക്കാർ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ചെയ്യാനേ അറിയാനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു നോസിൽ കണ്ടതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. അന്ന് എനിക്ക് കറക്റ്റ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഒന്നും അങ്ങനെ അറിയാൻ വയ്യ, നോക്കിയെടുക്കാനൊന്നും അറിയാൻ വയ്യാത്തൊരു സമയത്ത് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്കിതുവരെ പിന്നെ ഞാൻ വേറെ വാങ്ങിയിട്ടേ ഇല്ല. ആ ഫ്ലവർ നോസിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് അത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലൊരു ഫ്ലവർ നെയിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബേസ് നല്ല രീതിയിൽ ക്രീമില്ലെങ്കിൽ ഫ്ലവർ നല്ലോണം അവിടെ നിൽക്കാതെ ഇങ്ങനെ ഒരു ഇളക്കം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം ഇവിടെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ഇളക്കം വരികയാണെങ്കിൽ പിന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട്, കാരണം കുറച്ച് കളർ മാത്രമേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മാത്രമല്ല ഈ ഫ്ലവർ നോസലിൻ്റെ സൈഡിലൊന്നും ക്രീം ഇല്ലാത്ത രീതിയിൽ വേണം ഫ്ലവർ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ക്രീം ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ട് സൈഡിലെങ്ങാനും ഇതേപോലെ ക്രീം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ട് വീണ്ടും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് റോസ് ഫ്ലവറിൻ്റെ കറക്റ്റ് അറിയാമല്ലോ. ആദ്യം ഒരു ചെറിയൊരു മൊട്ട് പോലെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ചെറിയൊരു ഇതൾ, പിന്നെ അതിൻ്റെ കുറച്ചും കൂടി വലുത്, അങ്ങനെ വിടർന്നിരിക്കുന്ന ഫ്ലവർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഇതളും ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഒരു ചെറിയ ഫ്ലവർ നമുക്ക് അത്രയും ഇതളുകൾ വിരിഞ്ഞിട്ടില്ലാത്തതാണ് ചെയ്യുന്നതെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഇതൾ കൊടുത്താൽ മതി. അല്ല നമുക്ക് നല്ല രീതിയിൽ വിടർന്നിരിക്കുന്നത്, ഇത് ഞാൻ കുറച്ചൊരു വലിയ ഫ്ലവറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ ലാസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ പെറ്റലിങ്ങനെ വിടർന്ന് നല്ല വിരിഞ്ഞ് നിൽക്കില്ലേ, നല്ല വിരിഞ്ഞിട്ടുള്ളൊരു ഫ്ലവർ എങ്ങനെ നിൽക്കും അതേപോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ആ സെൻറ്ററിൽ നമ്മൾ കൊടുത്തതുപോലെ തന്നെ വീണ്ടും അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ ചെറിയ രീതിയിലുള്ള ഇത്രയും വിടർന്നിട്ടില്ലാത്തൊരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വിരിഞ്ഞിട്ടുള്ളൊരു ഫ്ലവർ ആകുമ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ സത്യത്തിൽ അറിയില്ല. അത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ക്രീം അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുത്താൽ അതങ്ങനെ ഇരുന്നോളും. പക്ഷേ ചില സമയങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഫ്ലവർ അതിനകത്ത് കേക്കിനകത്ത് ഇരിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം. ഇതിപ്പോൾ ഞാൻ വെച്ച് നോക്കുമ്പോൾ ഇരിക്കണുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും ആ നോസിൽ നല്ല രീതിയിലൊന്ന് തുടച്ചതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ ക്രീം സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഫ്ലവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ സാധാ ഫ്ലവർ എടുത്ത് വെക്കുന്നത് പോലെ തന്നെ കേക്കിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ അത് ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇതേപോലെ അപ്പോൾ തന്നെ ചെയ്ത് കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കേക്ക് ബോർഡിനകത്തോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഫ്ലവർ ഇതേപോലെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കേക്കിൽ എടുത്ത് വെച്ചില്ലേ അതേപോലെ നമുക്ക് ആ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിയിട്ട് അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റാക്കി എടുക്കാം. ഫ്രീസറിൽ വെച്ചാലും മതി, നല്ലോണം സെറ്റായിരിക്കും. എന്നിട്ട് അതിനെടുത്ത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. അതിൽ നിന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കും. കുറച്ച് ക്രീമൊന്ന് കേക്കിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുത്താലും മതി. അങ്ങനെ ചെയ്തെടുത്താലും മതി. പക്ഷേ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയും ഇങ്ങനെ സാധാ ചെയ്യുന്ന പോലെ ഫ്ലവർ ചെയ്തിട്ട് അപ്പോൾ തന്നെ കേക്കിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫ്ലവർ ചെയ്തെടുക്കുന്നതും കേക്കിൻ്റെ ഷേപ്പെല്ലാം ക്ലിയർ ചെയ്തെടുക്കുന്നത് അതൊക്കെ നമുക്കൊരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിൽ കൂടെ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഷേപ്പും കാര്യങ്ങളും ഒന്നും കേക്കിന് വരില്ല. ഫ്ലവർ എടുത്ത് ചെയ്താൽ എങ്ങനെ നമ്മൾ ചെയ്തെടുത്താലും ഫ്ലവർ ശരിയായി വരില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ ചെയ്ത് പഠിക്കുമോ അത്രത്തോളം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട, ചെയ്താൽ മതി. ഞാനും ഒന്നും അറിഞ്ഞുകൂടാതെയാണ് ഇതിലോട്ട് വന്നത് തന്നെ. പിന്നെ നമ്മുടെ പ്രാക്ടീസിൽ കൂടെയാണ് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ. പിന്നെ നമുക്ക് ക്രീം ഇരിക്കുമ്പോൾ ബാലൻസ് വരുന്ന ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫ്ലവർ എപ്പോഴും ഇങ്ങനെ ചെയ്ത് പഠിക്കണം. അത് കളറൊന്നും മിക്സ് ചെയ്യണ്ടല്ലോ. ആ ക്രീം തന്നെ നമുക്ക് വീണ്ടും എടുത്ത് ചെയ്യാം. അങ്ങനെ കുറേ ഫ്ലവറൊക്കെ ചെയ്ത് അങ്ങ് പഠിക്കണം. ഒരുപാട് നമ്മൾ ചെയ്യും തോറും അങ്ങനെ നല്ലതായിട്ട് വരെയുള്ളൂ. ആദ്യം ചെറിയ ഫ്ലവർ ചെയ്ത് നോക്കണം, പിന്നെ വേറെ മോഡലിൽ, അങ്ങനെ പല രീതിയിൽ നമുക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിലെല്ലാം ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ ഒരുവിധമെങ്കിലും ഒന്ന് ക്ലിയറായി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്തോറും കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. ചെയ്യാതിരി നമുക്കറിയാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ
അതങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ ഈ ഫ്ലവറൊക്കെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ക്രീം അതിൻ്റേതായ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. അധികം ലൂസായ ക്രീമും ആയിരിക്കരുത്, നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമും ആയിരിക്കരുത്. ഒരു മീഡിയം ലെവലിലുള്ളൊരു ക്രീം ആയിരിക്കണം. അതായത് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ പിടിക്കൂലേ, ആ പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ആദ്യമൊക്കെ ചെയ്ത് പഠിക്കുന്നവർ ഒന്ന് സാവധാനത്തിൽ മാത്രമായിരിക്കും ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിനകത്ത് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ചൂട് തട്ടിയിട്ട് ആ ക്രീം ലൂസാവും. ആ ലൂസായ ക്രീം കൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓരോ പെറ്റൽസും അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതെല്ലാം ഈ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്ലവർ ചെയ്യാൻ അറിയാൻ വയ്യാത്തതല്ല, ആ ക്രീമിൻ്റെ കുഴപ്പം കൊണ്ടാണ് കൂടുതലും അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രീം എടുത്ത് ആദ്യം ചെയ്തിട്ട് പിന്നെ ബാലൻസ് വരുന്ന ക്രീം ഫ്രിഡ്ജിൽ വെച്ച് രണ്ടാമത് വീണ്ടും പൈപ്പ് ബാഗിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെയ്യാൻ നോക്കുക. അല്ലാതെ നമുക്ക് ഒരുമിച്ച് ഒരുപാട് ക്രീം എടുത്ത് പൈപ്പ് ബാഗിനുള്ളിലാക്കിയിട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഇതേപോലെ ചൂട് തട്ടിയിട്ട് ക്രീം മെൽറ്റായി പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ എത്ര ഫ്ലവർ ചെയ്താലും ശരിയാവാത്തതാണെന്ന് തോന്നും. നമുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതല്ല, ക്രീമിൻ്റെ കുഴപ്പം കൊണ്ടും കൂടെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എനിക്ക് ഒന്നും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലൻസ് വന്നിട്ടുള്ള ക്രീമൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറേശ്ശായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ കളറൊന്നും മിക്സ് ചെയ്യാതെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ആ ക്രീം തന്നെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഫ്ലവർ ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോരോ ഫ്ലവറായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായാലും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി ചെയ്ത് പഠിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു കൈ കൊണ്ട് ഫ്ലവറും ചെയ്യണം, ഒരു കൈ കൊണ്ട് ഫ്ലവർ നെയിലും തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ട് അതിൽ ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം ഇങ്ങനെ ഫ്ലവർ നെയിലും ബോർഡിലും ഒക്കെ ചെയ്ത് ടേൺ ടേബിളിൻ്റെ മുകളിലും ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഏതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡെന്ന്. അപ്പോൾ അതാണ് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയാൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റ് എന്താണെന്ന് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.